ഹലോ ഗൈസ്, വെൽക്കം ടു ബിക്കമിങ് സെൽമ. യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ ഐ തോട്ട് ഒരു വീക്കിൽ 2 ലോങ് വീഡിയോ ഇടണം ആൻഡ് 3 to 4 ഷോർട്സ് ഇടണം ഒക്കെയാണ് ഞാൻ വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും പറ്റുന്നില്ല. വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് റെഗുലർ ആക്കാൻ ഞാൻ എൻ്റെ മാക്സിമം നോക്കും. യെസ്, ലാസ്റ്റ് വീഡിയോയുടെ റെസ്പോൺസസ് ഒക്കെ ഞാൻ കണ്ടു. എബോ 150 വ്യൂസ് ഒക്കെ പോയിട്ടുണ്ട്. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. ആൻഡ് കുറേ പേർക്ക് നൊസ്റ്റാൾജി അടിച്ചു എന്നൊക്കെ പറഞ്ഞു, കുറേ ഫ്രണ്ട്സൊക്കെ. സോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് എൻ്റെ റൂമിൻ്റെ സെറ്റപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചൊരു ക്രിയേറ്റർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ടുണ്ട്. ആക്ച്വലി ക്രിയേറ്ററിന് അങ്ങനെ ഭയങ്കര ഗുഡ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊന്നുമില്ല. എന്താണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിൽ വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഫോർ മീ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് മനുഷ്യന്മാരുടെ കാര്യത്തിലുള്ള ചേഞ്ചസ് അല്ല, ചേഞ്ചസ് ഫോർ ദ ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ, തീം, അതൊക്കെ ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു സമയത്ത് ചിലപ്പോൾ ലാസ്റ്റ് ഇട്ടത് ഭയങ്കര പെയിൽ കളറൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ കുറച്ചൊരു സ്ട്രോങ് കളറൊക്കെ പിടിച്ച് കുറച്ച് വൈബ്രൻ്റ് ഒക്കെ ആക്കും. ആൻഡ് എൻ്റെ മൂഡിനനുസരിച്ച് ഞാനത് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ന്യൂ ഫീല്, ആ ഒരു എന്താണോ ആ ഒരു സംഭവത്തിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റും. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഐ ലവ് മേക്ക് ഓവേഴ്സ്, ഐ ലവ് ചേഞ്ചസ് ഫോർ ദ ഗുഡ് തിങ്സ്. ഞാൻ നിന്നിരുന്ന വീടുകളിലൊക്കെ അല്ലെങ്കിൽ റെൻറ്റഡ് വീട്ടിലൊക്കെ എനിക്ക് ഓണേഴ്സിൻ്റെ നിന്ന് വഴക്ക് കേട്ടുകൊണ്ടിരുന്നൊരു സംഭവമാണ്. ഹോസ്റ്റലിലെ വാർഡൻ്റെ എന്നൊക്കെ കണക്കിന് കേട്ടിട്ടുണ്ട്. എനിക്ക് വാളുമ്മ പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവെ ചിത്രം വരക്കും, പെയിൻറ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ വാളിൽ അടിക്കാനാണ് എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ വാളിൽ ചിത്രം വരയ്ക്കും, അതേപോലെ തന്നെ ഓരോ ആർട്ടൊക്കെ ചെയ്യും. ചിലപ്പോൾ അത് ബോറാവും, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. സോ നല്ല രീതിക്ക് വഴക്ക് കേട്ട് വന്ന ഒരാളാണ്. ബട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന വീട്ടിലെ ഓണേഴ്സ് ആർ വെരി ഗുഡ്. എൻ്റെ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുമ്പോഴും അവരെന്നെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നല്ലതാ, അങ്ങനെ എന്നൊക്കെ പറയും. സോ ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു ഫ്രീഡം ഒക്കെ ഉള്ളത് കൊണ്ടും ബാക്ക്ഗ്രൗണ്ടിന് കുറച്ചൊരു ഭംഗി കിട്ടണം എന്നുള്ളതുകൊണ്ടും ഐ ഡിഡ് റൂം ഡെക്കറേഷൻ. അപ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ്ലി സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. ഒരു അണ്ടർ 1500 to 600 ആണ് ടോട്ടലി ഈ റൂം മൊത്തം ചെയ്യാൻ എനിക്കായിട്ടുള്ള കോസ്റ്റ്. അതിന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂൾ +2 ഒക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ശാസ്ത്രമേളയിൽ എൻ്റെ ഐറ്റം വാസ് മേക്കിംഗ് പ്രൊഡക്ട്സ് ഫ്രം ദ വേസ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ എന്ത് വേസ്റ്റ് സാധനങ്ങൾ കിട്ടിയാലും, എന്തൊരു ലോ ബഡ്ജറ്റ് എന്ത് സാധനങ്ങളാണെങ്കിലും ഞാൻ അതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കും. എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നതെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതത്ര ഭയങ്കര നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ആ ഒരു ഐറ്റം നോക്കുന്ന പിള്ളേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ എന്ത് കിട്ടിയാലും ഐ ക്യാൻ ഡു സം കളർഫുൾ തിങ്സ് ഫ്രം ദാറ്റ്. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റിലാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ലോ ബഡ്ജറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് ആലോചിക്കുമ്പോൾ വിൽ ഗോ ടു ചാല സ്ട്രെയിറ്റ്ലി. ചാല ഒരു ഭയങ്കര വേൾഡാണ്. സോ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. ഒരു ദിവസമൊന്നും എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഓരോ വൈഡ് വെറൈറ്റി എല്ലാം നോക്കി തപ്പിയെടുക്കാൻ പറ്റും നമുക്ക് അവിടെ പോയി കഴിഞ്ഞു. ഞാൻ അവിടെ പോയി ഓരോ കടകളിൽ ഇങ്ങനെ അന്വേഷിച്ച്, അപ്പോൾ ഫസ്റ്റ് കുറേ അപ്പോൾ അറിയുന്നുണ്ടല്ലോ. സോ പോയപ്പോൾ അപ്പോൾ ആയെന്ന് തോന്നുന്നു. ഓക്കെ, വിൽ ചേഞ്ച്. ആൻഡ് സോ അപ്പോൾ നോ. ആൻഡ് ഞാൻ എന്ത് ചെയ്ത്, ഇങ്ങനൊരു ആഗ്രഹം തോന്നിയപ്പോൾ നേരെ പോയി ചാലയ്ക്ക് വിട്ടു. ചാലയിൽ കുറേ ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ട്. ക്രാഫ്റ്റ് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഹെവനാണ് അവിടെ. നമുക്ക് ഭയങ്കര ലോ ബഡ്ജറ്റിൽ സാധനങ്ങൾ കിട്ടും. എനിക്ക് കുറച്ചൊരു ആദ്യം വേണ്ടിയിരുന്നത് കുഴപ്പമില്ലാത്തൊരു വോൾ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഞാൻ ഓൺലൈനിൽ നോക്കി. ഓൺലൈനിൽ
ഒരു ചെറിയ സൈസിന് തന്നെ അത്യാവശ്യം 200 ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് ഇറ്റ്സ് ഫോർ ജസ്റ്റ് 290, ഒരു ബിഗ് റോൾ, ഒരു വൈഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു റോള് മൊത്തം അറൗണ്ട് 290-300 റുപ്പീസിനൊക്കെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞു ഓക്കെ, ഈ ഒരു പെയിൻറ് മാറ്റാൻ എനിക്കിപ്പോൾ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ബഡ്ജറ്റ് വേർഷനായിട്ടുള്ള വാൾ സ്റ്റിക്കർ ഞാൻ ചൂസ് ചെയ്തു. വാൾ സ്റ്റിക്കറും ഒരു കാം കളർ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പ്ലാന്റ്സ് വേണമായിരുന്നു, പ്ലാസ്റ്റിക് പ്ലാന്റ്സ് വേണമായിരുന്നു. റിയൽ പ്ലാന്റ്സ് ആണ് ശരിക്കും എനിക്കിഷ്ടം. പക്ഷേ ഞാനെങ്ങനെ വീട്ടിൽ പോകുന്ന കുറച്ച് ഡേയ്സൊക്കെ ഇതിന് വെള്ളം ഒഴിക്കാൻ പറ്റാണ്ടാവുമോ, റൂമിൻ്റെ ഉള്ളിലായിരിക്കുമോ എന്നുള്ളൊരു പ്രശ്നം കൊണ്ടൊക്കെയാണ് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് പ്ലാസ്റ്റിക് പ്ലാന്റ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ലീവ്സ്, ഒരു ഏരിയ മൊത്തം ഭയങ്കര കോസി ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അവിടെ പോയപ്പം ദർ വാസ് എ ഷോപ്പ്. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ കൊടുക്കാം. ആ ഷോപ്പിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അതൊരു 3 സ്പേസ് ഉള്ളൊരു ഷോപ്പാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്കൊരു മറ്റേ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയ ഫീലായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇതിൽ വെക്കുന്നുണ്ട്. അവിടെ പോയി ദാറ്റ് അങ്കിൾ വാസ് വെരി നൈസ്. എന്നോട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. സോ അയാൾ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാം എടുക്കുക, എല്ലാം പറയുന്നൊക്കെ പുള്ളിക്കാരൻ വിചാരിച്ചാണ് ഞാൻ ഏതോ വലിയ ബ്ലോഗറാണെന്നൊക്കെ. ആൻഡ് അവിടുന്ന് കുറച്ചൊരു ഗ്രീൻ പ്ലാന്റ്സും ഇതുപോലെ ദീസ് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഔട്ട് ഓഫ് ഫ്രെയിം ആണോന്നും, ഇങ്ങനത്തെ കുറച്ച് കൈൻഡ് ഓഫ് ഒറിജിനൽ പോലെ ഫീൽ ചെയ്യുന്ന കുറച്ച് റോസസും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങി. കുറച്ച് ഹാളിൽ വെച്ച് ആൻഡ് റൂമിൽ വെച്ചു. പിന്നെന്താ വാങ്ങിയത്, ദെൻ ഒരു ഫ്രെയിമുകൾ വാങ്ങി. ഫ്രെയിം നോക്കുമ്പോഴും എനിക്ക് വേണ്ട സാധനം, എൻ്റെ വാളിന് മാച്ച് ആവുന്ന സാധനം, ഇതിനെ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഐ വോണ്ട് ടു ഗോ ഫോർ ബ്ലാക്ക് ഫ്രെയിംസ്. അങ്ങനെ ബ്ലാക്ക് ഫ്രെയിംസിൽ എനിക്ക് വേണ്ട ഒരു സംഭവം, എനിക്ക് വേണ്ട ഡിസൈൻസ്, കുറച്ച് കാം വൈബിന് ഉള്ള സാധനങ്ങൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തു. എന്നിട്ട് അത് ഇതേപോലെ തന്നെ നല്ലൊരു കടക്കാരനെ നമ്മൾ കണ്ടു, തപ്പി കണ്ടുപിടിച്ചു. അവിടുന്ന് ഒരു ഫ്രെയിമിന് അറൗണ്ട് 90 റുപ്പീസ്. ബാക്കി ഫോട്ടോസ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ച് ഞാൻ അവിടെ ഇരുന്ന്. എനിക്ക് പിന്നെ ഈ അൽക്കുലത്തെ പണികളൊക്കെ ഇഷ്ടമാണല്ലോ. അൽക്കുലത്ത് ഈസ് ദ വേർഡ് ഫ്രം വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സൺ. അപ്പോൾ ഇങ്ങനത്തെ അൽക്കുലത്തെ പണികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ ഞാൻ അവിടെ വെച്ച് തന്നെ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫോട്ടോസൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം എടുത്ത് ആദ്യമേ ഒറ്റക്കാണ് ചെയ്തത്. ആദ്യം വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് മൊത്തത്തിലൊരു ബഹളമായിരുന്നു. ഞാൻ ആ വീഡിയോ കാണിക്കാം എങ്ങനെയായിരുന്നു റൂമെന്ന്. പണ്ടത്തെ റൂമിൻ്റെ അധികം വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോഴാണല്ലോ യൂട്യൂബറായിട്ട് മാറിയത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഉള്ളൊരു കോലം എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് ഇച്ചിരി പ്രോസസ്സൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ മേക്കിംഗ് പ്രോസസ്സ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നല്ല പണിയെടുത്ത് മൊത്തം വൃത്തിയാക്കി. ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഇവിടെ ഒരു ഫിലിം വാൾ ഉണ്ട്. ആ ഫിലിം വാളിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ അവിടെ നിന്ന് മാറ്റി വേറൊരു പ്ലേസിലോട്ട് ഫിക്സ് ചെയ്തു.
ബുക്സ് ഉണ്ട് കുറച്ചധികം. അപ്പോൾ ആ ബുക്സ്, വായിക്കുന്ന ബുക്സ് ഉണ്ട്. സോ അതൊക്കെ കുറച്ച് അടക്കി പറക്കി വെച്ച്, ആൻഡ് ആഫ്റ്റർ ഓൾ ദിസ് ഭയങ്കര ടയേർഡായിപ്പോയി എല്ലാ പണിയും ചെയ്തിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഞാൻ ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, ഫെയറി ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ദീസ് ഫെയറി ലൈറ്റ്സ്. 2 എന്തോ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ക്രിസ്മസ് ട്രീമ ചുറ്റിയിട്ടുണ്ട്. സോ ഈ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് ഫ്രഷായി ഭയങ്കര കാമായിട്ട് ഞാനിവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. വേറെ എനിക്ക് ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എത്രത്തോളം പ്രോസസ്സ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളമൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കും. പോയ ഷോപ്സും മെൻഷൻ ചെയ്യേണ്ട ഷോപ്പിൻ്റെ പേരും എല്ലാം ഒന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ഓക്കെ കുഴപ്പമില്ലാണ്ട് വന്നു ചെയ്യാം എന്ന് വിചാരിച്ചത്. സോ എങ്ങനെയുണ്ട്, കൊള്ളാവും? അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു, ദാറ്റ്സ് ഇറ്റ്. Okay.